നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മെഡീവൽ കേരള എന്ന് പറയുന്ന 9ാമത്തെ യൂണിറ്റിൻ്റെ നോട്ട്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഡീറ്റെയിൽഡ് നോട്ട്സ് ആണ് കേട്ടോ. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് മെഡീവൽ കേരള? മധ്യകാല കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സ് ഏതാണ്? കോപ്പർ പ്ലേറ്റ്സ്. ഏതാണ്? കോപ്പർ പ്ലേറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് ദ കോപ്പർ പ്ലേറ്റ്സ്. ഈ കോപ്പർ പ്ലേറ്റ്സ് അല്ലെങ്കിൽ ചെമ്പ് തകിട് അതിനെക്കുറിച്ച് നമ്മൾ എഴുതാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. ദ കോപ്പർ പ്ലേറ്റ്സ് വിത്ത് ഇൻസ്ക്രിപ്ഷൻസ് വെയർ യൂസ്ഡ് ആസ് ഡോക്യുമെൻറ്റ്സ് ഇൻ ആൻഷ്യൻ ടൈംസ്. ആൻഷ്യൻ ടൈംസിൽ, അതായത് പണ്ട് കാലത്ത് കോപ്പർ പ്ലേറ്റിൽ ആയിരുന്നു ലിഖിതങ്ങൾ, അല്ലേ, ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതി നമ്മൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? കോപ്പർ പ്ലേറ്റിൽ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതിയിട്ടായിരുന്നു. അതാണ് ദ കോപ്പർ പ്ലേറ്റ്സ് വിത്ത് ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ രേഖകളൊക്കെ ഉള്ള കോപ്പർ പ്ലേറ്റ് ആയിരുന്നു വെയർ യൂസ്ഡ് ആസ് ഡോക്യുമെൻറ്റ് ഇൻ ആൻഷ്യൻ ടൈംസ്. ഡോക്യുമെൻ്റ് ആയിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. മനസ്സിലായല്ലോ? അടുത്തത്, ദ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ ചീഫ്റ്റെയിൻ ഗേവ് ടു ടെമ്പിൾസ് ആൻഡ് ട്രേഡ്സ്മാൻ വെയർ മെയിൻലി ഓൺ സച്ച് കോപ്പർ പ്ലേറ്റ്സ്. ഒഫീഷ്യലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഔദ്യോഗിക രേഖകൾ ചീഫ്റ്റെയിൻ ഗേവ് ടു ദ ടെമ്പിൾസ്. ഈ ചീഫ്റ്റെയിൻ അതായത് നാടുവാഴികളൊക്കെ ടെമ്പിൾസിന്, ക്ഷേത്രങ്ങൾക്കും പിന്നെ ട്രേഡ്സ്മാൻ വ്യാപാരികൾക്കും ഒക്കെ കൊടുത്തിരുന്നത് ഇതേപോലെ കോപ്പർ പ്ലേറ്റ്സിൽ എഴുതിയിട്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഔദ്യോഗിക, ഇപ്പോൾ പണ്ട് കാലത്ത് നമുക്കറിയാമല്ലോ, ഈ വ്യാപാരികൾ കച്ചവടത്തിനായിട്ട് വരുമ്പോൾ അവർക്ക് ഇത്ര സ്ഥലത്ത് ഇന്ന സമയം വരെ കച്ചവടം നടത്താനുള്ള അനുമതി നൽകുന്നു, അങ്ങനെയൊക്കെയുള്ള രേഖകളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള രേഖകളൊക്കെ ഇങ്ങനെ വ്യാപാരികൾക്ക് കൊടുത്തിരുന്നത് മെഡീവൽ കേരളയിൽ, മധ്യകാല കേരളത്തിൽ അങ്ങനെ കൊടുത്തിരുന്നത് ഏതിലായിരുന്നു? ഈ കോപ്പർ പ്ലേറ്റിൽ എഴുതിയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ചീഫ്റ്റെയിൻ അല്ലെങ്കിൽ നാടുവാഴികളൊക്കെ. അപ്പോൾ എന്താണ്? ദ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ദ ചീഫ്റ്റെയിൻ ഗേവ് ടു ടെമ്പിൾസ് ആൻഡ് ട്രേഡ്സ്മാൻ വെയർ മെയിൻലി ഓൺ സച്ച് കോപ്പർ പ്ലേറ്റ്സ്. ഇങ്ങനെയുള്ള കോപ്പർ പ്ലേറ്റ്സിലായിരുന്നു ഔദ്യോഗിക രേഖകൾ ചീഫ്റ്റെയിൻ ടെമ്പിൾസ്, ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ വ്യാപാരികൾക്കും നൽകിയിരുന്നത്. തെരസാപ്പള്ളി ആൻഡ് ജൂയിഷ് കോപ്പർ പ്ലേറ്റ്സ് ആർ എക്സാമ്പിൾ. ഈ കോപ്പർ പ്ലേറ്റ്സിന് 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തെരസാപ്പള്ളി എന്ന് പറയുന്ന ഒരു കോപ്പർ പ്ലേറ്റും പിന്നെ ജൂയിഷ് കോപ്പർ പ്ലേറ്റും, ജൂത ചെപ്പേട്, ഇങ്ങനെ 2 എണ്ണം ഇതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ ആണല്ലോ? അടുത്തത്, പെരുമാൾസ് വെയർ ആൾസോ നോൺ ആസ് ചേരാസ് ആൻഡ്. പെരുമാൾസിന് വേറൊരു പേരിൽ വിളിക്കാറുണ്ട്, ചേര രാജാക്കന്മാർ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു പേരാണ് ചേരമൻസ്. ഏതാണ്? ചേരമൻസ്. അടുത്ത, ഹു വാസ് നോൺ ആസ് പെരുമാൾസ്. പെരുമാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? എ കിങ്ഡം ബേസ്ഡ് അറ്റ് മഹോദയപുരം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ 9th century CE. അതായത് 9ാം നൂറ്റാണ്ട്, CE 9ാം നൂറ്റാണ്ടിൽ മഹോദയപുരം കേന്ദ്രമാക്കി ഒരു കിങ്ഡം ഉയർന്നു വന്നു. ദ റൂളർ ഓഫ് ദ കിങ്ഡം വാസ് നോൺ ആസ് പെരുമാൾസ്. ആ കിങ്ഡത്തിൻ്റെ റൂളർ, ആ കിങ്ഡത്തിൻ്റെ ഭരണാധികാരിയാണ് നമ്മൾ പെരുമാൾ എന്ന പേരുകൊണ്ട് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. മനസ്സിലായോ? എ കിങ്ഡം ബേസ്ഡ് അറ്റ് മഹോദയപുരം കേന്ദ്രമാക്കി ഒരു കിങ്ഡം, ഒരു രാജ്യം ഉയർന്നു വന്നു എന്ന് ബൈ ദ 9th century CE 9th century 9ാം നൂറ്റാണ്ട്, CE 9ാം നൂറ്റാണ്ടിൽ. ആ രാജാക്കന്മാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരുമാൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്ലേസസ് വെയർ നോൺ ആസ് മഹോദയപുരം ഡ്യൂറിങ് പെരുമാൾ പീരീഡ്. പെരുമാൾ പീരീഡിൽ ഉണ്ടായിരുന്ന മഹോദയപുരം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ഏത് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ മഹോദയപുരം എന്ന് പറയുന്നത്? ഏതൊക്കെയാ? ദ പ്രസന്റ് കൊടുങ്ങല്ലൂർ ആൻഡ് ദ സറൗണ്ടിങ് ഏരിയാസ് വെയർ നോൺ ആസ് മഹോദയപുരം ഇൻ ദോസ് ഡേയ്സ്. ആ നാട്ടിൽ അതായത് 9th centuryയിൽ മഹോദയപുരം എന്നറിയപ്പെട്ടത് കൊടുങ്ങല്ലൂരും അതിൻ്റെ സറൗണ്ടിങ് പ്ലേസസും അല്ലെങ്കിൽ സറൗണ്ടിങ് ഏരിയാസും. അപ്പോൾ ദ പ്രസൻറ്റ്, ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ ആൻഡ് ദ സറൗണ്ടിങ് ഏരിയാസ്, കൊടുങ്ങല്ലൂരും അതിൻ്റെ സറൗണ്ടിങ് ഏരിയാസുമാണ് മഹോദയപുരം എന്ന് അന്നത്തെ കാലത്ത് അറിയപ്പെട്ടത്. അടുത്തത്, റൈറ്റ് ഡൗൺ ദ സോഷ്യോ എക്കണോമിക് ഫീച്ചർ ഓഫ് നാഡൂസ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് പെരുമാൾ. പെരുമാളിൻ്റെ ഭരണകാലത്ത് നാടുകൾ എന്നറിയപ്പെട്ട പ്രദേശങ്ങൾ, അല്ലേ, അതാണ് അവർ ഭരിക്കുന്ന പ്രദേശങ്ങൾ. ഈ നാടുകളിലെ സോഷ്യോ എക്കണോമിക് ഫീച്ചേഴ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെരുമാളിൻ്റെ ഭരണകാലത്തെ നാടുകളിലെ സോഷ്യോ എക്കണോമിക് ഫീച്ചേഴ്സിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാൻ നോക്കിയോളൂ. ദ സോഷ്യോ എക്കണോമിക് ഫീച്ചേഴ്സ് ആർ ഏതൊക്കെയാണ്? 1, അഗ്രികൾച്ചർ ഫ്ലറിഷ്ഡ് ഇൻ ഏരിയാസ് ക്ലോസ് ടു വാട്ടർ റിസോഴ്സസ്. ജലസ്രോതസ്സുകൾക്ക് അടുത്തുള്ള പ്രദേശങ്ങളിൽ
അഗ്രികൾച്ചർ എന്തായി? ഫ്ലറിഷ്ഡ് എന്ന് വെച്ചാൽ തഴച്ചു വളർന്നു അല്ലേ? കൃഷി ജലസ്രോതസ്സുകൾ അടുത്തെന്ന് പറയുമ്പോൾ ജലം ആവശ്യത്തിനനുസരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ കൃഷിഭൂമിയിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ലഭിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ്, ബ്രാഹ്മിൻസ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ പവർ ഇൻ അഗ്രികൾച്ചറൽ വില്ലേജസ്. ഈ അഗ്രികൾച്ചറൽ വില്ലേജസിൽ അല്ലെ, കൃഷി ഗ്രാമങ്ങളിൽ ബ്രാഹ്മിൻസ് എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ്ഡ് ദെയർ പവർ, അവരുടെ അധികാരം എസ്റ്റാബ്ലിഷ് ചെയ്തു. മൂന്നാമത്തത്, ടെമ്പിൾസ് ഡെവലപ്ഡ് ആർ സെന്റേഴ്സ് ഓഫ് പവർ. ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായിട്ട് ഡെവലപ്പായി, വികസിച്ചു അല്ലേ? ടെമ്പിൾസ് ഡെവലപ്പായി എന്തായിട്ട്? സെന്റേഴ്സ് ഓഫ് പവർ, അധികാരത്തിന്റെ കേന്ദ്രങ്ങളായി. ദ ഓണർഷിപ്പ് ഓഫ് ഫാം ലാൻഡ്സ് വാസ് വെസ്റ്റഡ് വിത്ത് ദ ബ്രാഹ്മിൻസ്. ഈ കൃഷിഭൂമിയുടെ, കൃഷി സ്ഥലങ്ങളുടെയൊക്കെ ഓണർഷിപ്പ്, ഫാം ലാൻഡ് എന്ന് വെച്ചാൽ കൃഷിസ്ഥലങ്ങളുടെയൊക്കെ ഓണർഷിപ്പ് എന്ന് വെച്ചാൽ ഉടമസ്ഥാവകാശം, വാസ് വെസ്റ്റഡ് വിത്ത് ദ ബ്രാഹ്മിൻസിൽ വെസ്റ്റ് ചെയ്ത്, അതായത് അവരിൽ നിക്ഷിപ്തമാക്കി അല്ലേ? ആ കൃഷി സ്ഥലങ്ങളുടെ ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം ബ്രാഹ്മിൻസിൽ നിക്ഷിപ്തമായി. അടുത്ത പോയിന്റ്, ഓൾ അഡിയോസ് ദ പീപ്പിൾ ഹൂ ടോയിൽഡ് ഇൻ ദ സോയിൽ. മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാർ, പീപ്പിൾ ഹൂ ടോയിൽഡ് ഇൻ ദ സോയിൽ എന്ന് വെച്ചാൽ മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാർ എന്തെന്നറിയപ്പെട്ടു? ആളഡിയാസ് എന്നറിയപ്പെട്ടു. അപ്പോൾ ദ പീപ്പിൾ ഹൂ ടോയിൽഡ് ഇൻ ദ സോയിൽ വെയർ നോൺ ആസ് ഏതാണ്? ആളഡിയാസ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വാസ് നോൺ ആസ് നാടുവാഴി. നാടുവാഴി എന്നറിയപ്പെടുന്നത് ആരാണ്? ദോസ് ഹൂ എസ്റ്റാബ്ലിഷ്ഡ് പവർ ഓവർ ദ നാഡൂസ് കെയിം ടു ബി നോൺ ആസ് നാടുവാഴീസ്. നാടുകളിൽ അധികാരം സ്ഥാപിക്കുന്ന ആരാണോ ആ വ്യക്തിയെ നമ്മൾ നാടുവാഴികൾ എന്ന് വിളിക്കുന്നു. അടുത്തത്, ദ റെയിൻ ഓഫ് പെരുമാൾ എൻഡ് ബൈ ഡാഷ് സെഞ്ചുറി. ഏത് സെഞ്ചുറിയിലാണ് പെരുമാളുകളുടെ അധികാരം എൻഡായത്, അവസാനിച്ചത്? ഏത് സെഞ്ചുറിയിലാണ്? 12th സെഞ്ചുറി അല്ലെങ്കിൽ 12ാം നൂറ്റാണ്ടോടുകൂടി പെരുമാളുകളുടെ അധികാരം അവസാനിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഗോട്ട് ദ പവർ ടു റൂൾ ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദി റെയിൻ ഓഫ് പെരുമാൾ. ഈ പെരുമാളിന്റെ അധികാരം എൻഡായതിനു ശേഷം ഈ നാടുകളുടെ അധികാരം ആരാണ് ഏറ്റെടുത്തത്, അല്ലെങ്കിൽ നാടുകൾക്ക് പിന്നീടുള്ള അധികാരി ആരായിരുന്നു? The chieftains who were the local rulers under the Perumals began to rule their respective nadus independently. അതായത് the chieftains who were the local rulers under the Perumal. പെരുമാളിൻ്റെ കീഴിലുണ്ടായിരുന്ന ലോക്കൽ റൂളേഴ്സിൻ്റെ പേരാണ് ചീഫ് പെരുമാളിൻ്റെ കീഴിലുണ്ടായിരുന്ന ലോക്കലായിട്ടുള്ള റൂളേഴ്സിൻ്റെ പേരാണ് ചീഫ് ടെയിൻ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു? ബിഗാൻ ടു റൂൾ ദെയർ റെസ്പെക്റ്റീവ് നാഡൂസ്. ഈ പെരുമാളിൻ്റെ കീഴിലുള്ള ഒരു കിങ്ഡം അതിനെ പല പല നാടുകളായിട്ട് വിഭജിച്ച് ഓരോ ചീഫ് ടെയിനിന് അതിന് അധികാരം കൊടുത്തു. അപ്പം ഈ ചീഫ് ടെയിൻ ഈ നാടുകളുടെ അധികാരം ഏറ്റെടുത്ത് അവർ റൂൾ ചെയ്യാൻ തുടങ്ങി പിന്നീട് പെരുമാൾ പോയപ്പോൾ, കേട്ടോ. അപ്പോൾ എന്താണ്? ദ ചീഫ് ടെയിൻസ് ഹൂ വെയർ ദ ലോക്കൽ റൂളേഴ്സ് അണ്ടർ ദ പെരുമാൾ. പെരുമാളിൻ്റെ കീഴിലുണ്ടായിരുന്ന, അണ്ടറിലുണ്ടായിരുന്ന ലോക്കൽ റൂളേഴ്സാണ് ചീഫ് ടെയിൻസ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു? ബിഗാൻ ടു, അവരാരംഭിച്ചു ടു റൂൾ ദെയർ റെസ്പെക്റ്റീവ് നാഡൂസ് ഇൻഡിപെൻഡൻ്റ്. അവരുടെ ഓരോരുത്തരുടെയും നാട് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് പെരുമാളിൻ്റെ കീഴിലല്ലാതെ അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? റൂൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പെരുമാളിൻ്റെ അവസാനത്തോടു കൂടി, അല്ലെങ്കിൽ പെരുമാൾ പോയതോടുകൂടി ഈ നാട് ഓരോന്നും റൂൾ ചെയ്തത് ആരാണ്? ചീഫ് ടെയിൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൂ വെയർ ചീഫ് ടെയിൻസ്. ആരാണ് ചീഫ് ടെയിൻ എന്നറിയപ്പെടുന്നത്? ദ ലോക്കൽ റൂളേഴ്സ് അണ്ടർ ദ പെരുമാൾ. പെരുമാളിൻ്റെ കീഴിലുണ്ടായിരുന്ന ലോക്കൽ റൂളേഴ്സാണ് ചീഫ് ടെയിൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റീജിയൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് ചീഫ് ടെയിൻ വാസ് നോൺ ആസ്. അപ്പോൾ ഈ ചീഫ് ടെയിനിൻ്റെ കൺട്രോളിലുള്ള ഓരോ റീജിയനെയും അവരൊരു പേരിട്ട് വിളിച്ചു. എന്താണ്? സ്വരൂപം. നല്ല പേരല്ലേ? ദ റീജിയൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് ചീഫ് ടെയിൻ. ചീഫ് ടെയിനിൻ്റെ കൺട്രോളിലുള്ള ആ റീജിയനെ അവർ വിളിച്ച പേരാണ് സ്വരൂപം. എന്താണ്? സ്വരൂപം. വാട്ട് വാസ് നോൺ ആസ് സ്വരൂപം. എന്താണ് സ്വരൂപം? ദ റീജിയൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ചീഫ് ടെയിൻ വാസ് നോൺ ആസ് സ്വരൂപം. ചീഫ് ടെയിനിൻ്റെ കൺട്രോളിലുള്ള ഒരു റീജിയനെയാണ് നമ്മൾ സ്വരൂപം എന്ന് പറയുന്നത്. ദ ജോയിൻറ്റ് ഫാമിലി ഓഫ് ദി ചീഫ് ടെയിൻ വാസ് ആൾസോ നോൺ ആസ് സ്വരൂപം. അത് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ചീഫ് ടെയിൻ ഉണ്ടല്ലോ, ഈ ചീഫ് ടെയിൻ എന്ന് പറയുമ്പോൾ ഓരോ നാടിൻ്റെയും അധികാരി അല്ലേ, ആ ലോക്കൽ റൂളർ, അദ്ദേഹമാണ് ചീഫ് ടെയിൻ എന്ന് പറയുന്നത്. ഈ ചീഫ് ടെയിനിൻ്റെ ജോയിൻറ്റ് ഫാമിലിയെ നമ്മൾ എന്ത് പറയും? സ്വരൂപം എന്ന് പറയും. മനസ്സിലായോ? അപ്പം ദ റീജിയൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് ചീഫ് ടെയിൻ വാസ് നോൺ ആസ് സ്വരൂപം. ആ ചീഫ് ടെയിനിൻ്റെ കൺട്രോളിലുള്ള റീജിയനെ നമ്മൾ സ്വരൂപം എന്ന് പറയും. അതുപോലെ തന്നെ ഈ ചീഫ് ടെയിനിൻ്റെ ജോയിൻറ്റ് ഫാമിലി ഉണ്ടല്ലോ, അതിനെ നമ്മൾ സ്വരൂപം എന്ന പേരിലാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വിൽ ബിക്കം ദ റൂളർ ഫ്രം ദ ജോയിൻറ്റ് ഫാമിലി ഓഫ് ദി ചീഫ് ടെയിൻ നോൺ ആസ് സ്വരൂപം. അതായത് സ്വരൂപം എന്നറിയപ്പെട്ട ചീഫ് ടെയിനിൻ്റെ ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് റൂളർ ആരായിട്ട് വരും? അതായത് ഈ സ്വരൂപത്തിൻ്റെ റൂളർ ആരാണ്?
ആരാണ് സ്വരൂപത്തിൻ്റെ റൂളറായിട്ട് വരുന്നത്? ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി ബിക്കം ദ റൂളർ. ആ ജോയിൻറ്റ് ഫാമിലിയിലെ എൽഡസ്റ്റ് മെമ്പർ ആരാണോ, ഏറ്റവും മുതിർന്ന അംഗം, അതാരാണോ അദ്ദേഹമായിരിക്കും ആ സ്വരൂപത്തിൻ്റെ റൂളർ. അടുത്തത് റൈറ്റ് ദ നെയിംസ് ഓഫ് മേജർ സ്വരൂപംസ്. പ്രധാനപ്പെട്ട സ്വരൂപത്തിൻ്റെ പേര്. ഇത് മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ട് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്വരൂപംസ് വാസ് ദ റീജിയൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ചീഫ്റ്റെയിൻ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ് ആ ചീഫ്റ്റെയിൻ്റെ കൺട്രോളിലുള്ള ഒരു റീജിയൻ ആണ് ഏത് സ്വരൂപം എന്ന് പറയുന്നത്. ദ മേജർ സ്വരൂപംസ് ഡ്യൂറിങ് ദ മെഡീവൽ പീരിയഡ്. മെഡീവൽ പീരിയഡിൽ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ ഏതൊക്കെയാണ്? 1. തൃപ്പാപ്പൂര് സ്വരൂപം. തൃപ്പാപ്പൂര് സ്വരൂപം എവിടെയാണ്? തൃപ്പാപ്പൂർ സ്വരൂപം എവിടെയാണ്? വേണാട്. അടുത്തത് പെരുമ്പടപ്പ് സ്വരൂപം എവിടെയാ? കൊച്ചി. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട്. കോഴിക്കോടാണ് നെടിയിരുപ്പ് സ്വരൂപം. അടുത്തത് കോലസ്വരൂപം ചിറക്കൽ. ചിറക്കലിൽ കോലസ്വരൂപം. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്വരൂപം? തൃപ്പാപ്പൂർ സ്വരൂപം എവിടെയാ? വേണാട്. തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട്. കോലസ്വരൂപം ചിറക്കൽ. ഇങ്ങനെ 4 സ്വരൂപമാണ് മെഡീവൽ പീരീഡിൽ പ്രധാനപ്പെട്ട ഉണ്ടായിരുന്ന 4 സ്വരൂപങ്ങൾ അല്ലേ? മെഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 4 സ്വരൂപങ്ങൾ. ഓക്കെ. അടുത്തത് ക്യാൻ യു ഗസ് ദ ഗുഡ്സ് ദാറ്റ് വെയർ എക്സ്ചേഞ്ച്ഡ് ഫ്രം കേരള. കേരളത്തിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് അതിൽ കയറ്റുമതി ചെയ്ത ഗുഡ്സ് ഏതൊക്കെയായിരുന്നെന്ന്. ഏതൊക്കെയാ? കേരളത്തിൽ നിന്ന് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത് എന്താണ്? സുഗന്ധദ്രവ്യങ്ങളാണ് അല്ലേ? അതായത് സ്പൈസസ്. അപ്പോൾ അതിൻ്റെ പേരങ്ങ് എഴുതിയാൽ മതി. ഏതൊക്കെയാ? കാർഡമം, ജിഞ്ചർ. കാർഡമം ഏലം, ജിഞ്ചർ ഇഞ്ചി, പെപ്പർ കുരുമുളക്, നട്ബക്ക് നമ്മുടെ ജാതിപത്രി, ക്ലവ് ഗ്രാമ്പു, പിന്നെ അതർ സ്പൈസസ് മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ. ഇതൊക്കെയാണ് കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നത് കേട്ടോ. ഗുഡ്സ് ഫ്രം അതർ ലാൻഡ്സ് ആൾസോ റീച്ച് ദ മാർക്കറ്റ്സ് ഓഫ് കേരള ബൈ ട്രേഡ് വിച്ച് ആർ ദേ. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലെ മാർക്കറ്റിലെത്തിയ ഗുഡ്സ് ഏതൊക്കെയാ? ക്ലേ പോട്ട്സ് എന്ന് വെച്ചാൽ കളിമൺ പാത്രങ്ങൾ. ഫിഷിംഗ് നെറ്റ്, ഈ മീൻപിടുത്തത്തിനൊക്കെ ഉപയോഗിക്കുന്ന വല. പിന്നെ സിൽക്ക് അല്ലേ? സിൽക്ക് വസ്ത്രങ്ങൾ, പട്ട് വസ്ത്രങ്ങൾ. ഇതൊക്കെയാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചേർന്നത്. കേരളത്തിൽ നിന്ന് പോയത് ഏതൊക്കെയാണെന്ന് അറിയാലോ? സ്പൈസസ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അഞ്ചുവണ്ണം മണിഗ്രാമം? എന്താണ് അഞ്ചുവണ്ണം മണിഗ്രാമം? എന്താണ്? ദേ വെയർ ദ ട്രേഡ് ഗ്രൂപ്പ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ കേരള ഫ്രം 9th to the 13th century CE. കേരളത്തിൽ നിലനിന്നിരുന്ന ട്രേഡ് ഗ്രൂപ്പ്സ്, കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണം മണിഗ്രാമം എന്നൊക്കെ അറിയപ്പെടുന്നത്. അഞ്ചുവണ്ണം എന്നും മണിഗ്രാമം എന്നും അറിയപ്പെടുന്നത് കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ്. ഫ്രം 9th to the 13th century CE. CE 9ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെ. ആ ഒരു കാലയളവിൽ കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് ഗ്രൂപ്പ്സ് ആണ് അഞ്ചുവണ്ണം മണിഗ്രാമം. കോസ്റ്റൽ ടൗൺസ് ഓഫ് കേരള വെയർ ദെയർ മേജർ കൊമേഴ്സ്യൽ സെൻറ്റേഴ്സ്. കേരളത്തിലെ കോസ്റ്റൽ ടൗൺസ്, അതായത് നദീതീര പട്ടണങ്ങളായിരുന്നു അല്ലെങ്കിൽ തീര പട്ടണങ്ങളായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട കൊമേഴ്സ്യൽ സെൻറ്റേഴ്സ്, വാണിജ്യ കേന്ദ്രങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ നദീതീര പട്ടണങ്ങളിലായിരുന്നു ഇവരുടെ പ്രധാന കൊമേഴ്സ്യൽ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളെന്ന് പറയുന്നത്. ആരുടെ? അഞ്ചുവണ്ണം മണിഗ്രാമം എന്നറിയപ്പെട്ട ട്രേഡ് ഗ്രൂപ്പ്സിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അറിയാം. റൈറ്റ് സം ട്രേഡ് ഗ്രൂപ്പ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിംഗ് ദ പെരുമാൾ പീരിയഡ്. പെരുമാൾ പീരിയഡിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ട്രേഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏതൊക്കെയാണ്? അഞ്ചുവണ്ണം മണിഗ്രാമം. അപ്പോൾ ഇതിൻ്റെ ബാക്കി നോട്ട്സ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. താങ്ക്